ഇതുപോലെ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഡെയിലി സ്കിൻ കെയർ ചെയ്യുന്നവരാണ് നമ്മുടെ ഇടയിൽ പലരും. ചില ആൾക്കാർ ചെയ്യാറില്ല. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ ഡെയിലി സ്കിൻ കെയറിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നിങ്ങളുടെ സ്കിന്നിനകത്ത് നല്ല പോലെ ചേഞ്ചസ് വരുത്താൻ സഹായിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും സ്കിൻ എപ്പോഴും ചെറുപ്പമായിട്ടും തിളക്കം വെച്ചിരിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കുറച്ചു പേര് വിചാരിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്താലും എൻ്റെ സ്കിന്നിന് ഒരു മാറ്റവും കിട്ടില്ല, ചുമ്മാതാണ്, വെറുതെ സമയം പോവാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്നേഹിച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും റിസൾട്ട് തരാനായിട്ട് ആ സ്കിന്നിന് സാധിക്കും. എന്തിപ്പം ജന്മനാ ഉള്ള നിറക്കുറവാണെങ്കിലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. നിങ്ങളുടെ സ്കിൻ കെയറിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് ഒന്നോ രണ്ടോ എങ്കിലും നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ചർമ്മം ചെറുപ്പമായിട്ട് നിർത്താൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണേ. എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോ കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങൾ മറക്കല്ലേ. നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ലൈക്ക് എനിക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ചർമ്മം എപ്പോഴും ചെറുപ്പമായിട്ടും അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റി സ്കിൻ നല്ല തിളക്കം വെക്കാൻ സഹായിക്കുന്ന ഒരു ഡെയിലി സ്കിൻ കെയറിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കിടിലൻ ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ ഇനി നിങ്ങൾ എത്ര വെയിലത്ത് പോയാലും സൺസ്ക്രീൻ ഇടാൻ മറന്നാലും നിങ്ങളുടെ സ്കിൻ നശിക്കാതെ സ്കിൻ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു അടിപൊളി സംഭവം എന്താണെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകും. പാക്ക് തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ റൈസ് പൗഡറാണ്. ഇവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന റൈസ് പൗഡറാണ് വേണ്ടത്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കാനും സ്കിന്നിനെ നല്ലപോലെ നിറം വെപ്പിക്കാനും റൈസ് പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ വേണ്ടത്. അതിനുശേഷം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് വേറൊരു കാര്യം ചേർക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ കടലമാവിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂണാണ് കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത്. അങ്ങനെ കടലമാവിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലമാവിൻ്റെ പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന ടാൻ റിമൂവ് ആക്കാനും പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റാനും നമ്മുടെ കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ ഞാൻ 1 ടേബിൾ സ്പൂണാണ് കടലമാവിൻ്റെ പൊടി ചേർത്തത്. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുൾട്ടാനി മിട്ടി പൗഡറാണ് ചേർക്കുന്നത്. മുൾട്ടാനി മിട്ടി പൗഡർ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. മുൾട്ടാനി മിട്ടി പൗഡറിൽ നിന്ന് മുൾട്ടാനി മിട്ടി പൗഡർ ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അതിനുശേഷം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടിയാണ്. 1 ടേബിൾ സ്പൂണാണ് ചന്ദനത്തിൻ്റെ പൊടി നമുക്ക് വേണ്ടത്. അങ്ങനെ ചന്ദനത്തിൻ്റെ പൊടിയും ചേർത്തതിന് ശേഷം ഈ പൊടികളൊക്കെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ എടുത്തേക്കുന്ന കസ്തൂരി മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് ഈ പൊടികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് തൈരാണ്. പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കി സ്കിന്നിന് നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേസിൽ ഇട്ടിട്ടുള്ള ആ ഒരു മാറ്റമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. പാക്ക് തയ്യാറാക്കിയതൊക്കെ കണ്ടായിരുന്നല്ലോ. എന്തായാലും ഞാൻ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പാക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഫുൾ ബോഡിയിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അങ്ങ് പൊഴിഞ്ഞു പോകുന്ന പരുവം വരെ നോക്കരുത് കേട്ടോ. അങ്ങനെ ഞാനൊരു 3 മിനിറ്റ് വെച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് എടുത്തിട്ട് റിമൂവ് ചെയ്യുകയാണ്, തുടയ്ക്കുകയാണ്. സ്പോഞ്ചിൽ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ? ഇത് കണ്ടോ? ഞാൻ മുഖത്ത് വെട്ടം അടിച്ച് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത് കണ്ടോ? കൈയും മുഖവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്ക്. സംഭവം കിടുവാണ്. എന്തായാലും ഞാൻ ഒരു തുണിയുടെ വെച്ച് തുടയ്ക്കട്ടെ. കണ്ടോ സ്കിന്നിൻ്റെ ചേഞ്ചസ് കണ്ടോ? ഇത് കണ്ടോ? എനിക്കാണെങ്കിൽ എൻ്റെ ഈ കൈയും വെളുത്തിരിക്കണ്ടേ? പെട്ടൊന്നും അടിച്ചു കാണിക്കുമല്ല. സംഭവം കിടുവാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. കണ്ടോ റിസൾട്ട് ഒക്കെ കണ്ടോ? 100% ആണ് റിസൾട്ട് കിട്ടുന്നത്. ഡെയിലി നിങ്ങളുടെ സ്കിൻ കെയറിനകത്ത് ഇതൊന്ന് ഉൾപ്പെടുത്താൻ നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് നല്ല മാറ്റം നേടാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ജന്മനാ ഉള്ള കറുപ്പാണെങ്കിലും ഇപ്പൊ ഇടക്കാലത്ത് വെച്ചിട്ടുള്ള നിറക്കുറവാണെങ്കിലും ഒക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും.
എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.